ഗ്യാങ്സ്റ്റർ ദൃശ്യത്തെ കടത്തിവിട്ടുമെന്ന് വ്യാജപ്രചരണം. മമ്മൂട്ടി നായകനായ ഏറ്റവും പുതിയ വിഷു ചിത്രം ഗ്യാങ്സ്റ്റർ കളക്ഷന്റെ കാര്യത്തിൽ ദൃശ്യം എന്ന മോഹൻലാൽ ചിത്രത്തെ കടത്തിവിട്ടുമെന്ന് പ്രചരണം. ചില വെബ്സൈറ്റുകൾ ഇതിനെ സംബന്ധിച്ച് വാർത്തകൾ നൽകുകയും ചില പ്രൊമോഷൻ ലിങ്കുകൾ ഇത് സംബന്ധിച്ച് പരക്കുകയും ചെയ്യുന്നുണ്ട്. തന്റെ കരിയറിൽ ഏറ്റവും അധികം വിമർശനം ആഷിഖ് അബു ഏറ്റുവാങ്ങിയ ചിത്രമാണ് ഗ്യാങ്സ്റ്റർ. ആദ്യ ദിനം കഴിഞ്ഞപ്പോൾ തന്നെ ഗ്യാങ്സ്റ്റർ തിയേറ്ററിൽ മോശമായ പ്രതികരണമാണ് ലഭിച്ചത്. എന്നാൽ വിമർശനങ്ങൾക്കിടയിലും സിനിമ കളക്ഷൻ റെക്കോർഡുകൾ കടക്കുമെന്നാണ് പ്രചരണം. സിനിമയുമായി ബന്ധപ്പെട്ട് കുലബന്ധമില്ലാത്തവരാകാം ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നതെന്ന് തിയേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ആദ്യ ദിനം 6 കോടി രൂപ, രണ്ടാം ദിനം 4 കോടി രൂപയോളം, മൂന്നാം ദിനം 4.5 കോടി രൂപ എന്നിങ്ങനെ ഗ്യാങ്സ്റ്റർ നേടിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം. കൈരളിയിൽ നിന്ന് ലഭിച്ച സാറ്റലൈറ്റ് റേറ്റ് കൂടിയായപ്പോൾ ആദ്യ 3 ദിവസത്തിനുള്ളിൽ ഗ്യാങ്സ്റ്റർ 19 കോടി രൂപ നേടിയെന്നും ഇങ്ങനെ പോയാൽ രണ്ടാം വാരത്തിൽ ദൃശ്യത്തെ കടത്തിവിട്ടുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഗ്യാങ്സ്റ്ററിന്റെ കാര്യം പരിതാപകരമാണെന്നും തിയേറ്ററുകളിൽ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഉള്ളതാണ് സത്യമായ റിപ്പോർട്ടുകൾ. ലക്ഷങ്ങളുടെ കണക്കുകൾ ചിലപ്പോൾ കോടികളാക്കി ഇവർ പ്രചരിപ്പിക്കുന്നുമാകാമെന്നും ആരോപണമുണ്ട്. കൈരളിക്ക് സാറ്റലൈറ്റ് നൽകിയെങ്കിലും മമ്മൂട്ടി ചെയർമാൻ ആയിരിക്കുന്നതിനാൽ ഒരു അഡ്വാൻസ് തുക മാത്രമാണ് ഗ്യാങ്സ്റ്ററിന്റെ നിർമ്മാതാക്കൾക്ക് ലഭിച്ചതെന്നും പറയുന്നു. 100 ദിവസത്തോളം കേരളത്തിൽ ഹൗസ്ഫുള്ളായി ഓടിയ ദൃശ്യം നേടിയത് 50 കോടിയിലധികം രൂപയാണ്. ആ കണക്കുകളോട് ഗ്യാങ്സ്റ്ററിന്റെ കണക്കുകൾ താരതമ്യപ്പെടുത്തുന്നത് ഏതെങ്കിലും ഭ്രാന്തൻ ആരാധകരായിരിക്കുമെന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.